ആട് 3 മൂവി ഇത് ഫസ്റ്റ് സെക്കൻഡ് പാർട്ടുകളെ അപേക്ഷിച്ച് ഈ സിനിമയിൽ കുറേ സവിശേഷതകൾ ഈ സിനിമയ്ക്ക് ഇതിൻ്റെ ഡയറക്ടറും അതേപോലെ പ്രൊഡ്യൂസറും ഒക്കെ കൂടി കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെ ഒരു പ്രത്യേകത ഈ സിനിമയ്ക്കുണ്ട്. അപ്പോൾ ഇതിൽ ആദ്യം തന്നെ പറയേണ്ട രണ്ട് പിന്നണി പ്രവർത്തകരെ പറയുകയാണെങ്കിൽ, ഒന്ന് സ്റ്റെഫി സാവിയർ, അതൊരു ലേഡിയാണ്. അവരാണ് ഈ സിനിമയുടെ കോസ്റ്റ്യൂം ഡിസൈനർ. അതേപോലെ ഇതിൻ്റെ മേക്കപ്പ് ചെയ്തിരിക്കുന്നത് റോണക് സേവിയർ ആണ്. ഇവർ രണ്ടുപേരുടെയും വർക്ക് ഈ സിനിമയ്ക്ക് നല്ലൊരു മുതൽക്കൂട്ട് തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിലെ ഓരോ കഥാപാത്രങ്ങൾക്കും 2 വേഷങ്ങളുണ്ട്. ചില കഥാപാത്രങ്ങൾക്ക് 2 അല്ല, 2നും മുകളിലുണ്ട്. ഇന്ദ്രൻ സേട്ടനൊക്കെ സിനിമയിൽ ഒരു ടൈം ട്രാവലർ ആ രീതിയിലുള്ള ഒരു കഥയാണെന്ന് നേരത്തെ എല്ലാവരും അറിഞ്ഞല്ലോ, ട്രെയിലറൊക്കെ കണ്ടിട്ടും മറ്റും. അപ്പോൾ അതിൽ പുള്ളിയുടെ ആ ഒരു ആളായിട്ടുള്ള പുള്ളിയുടെ വേഷത്തിൽ താടിയൊക്കെ വെച്ചിട്ട് മൊട്ട തലയായിട്ട് അങ്ങനെ പുള്ളീനെ ഇന്ദ്രൻ സേട്ടനെ ഇതുവരെ ഞാൻ അങ്ങനെ ഒരു കോസ്റ്റ്യൂമിൽ മേക്കപ്പിൽ കണ്ടിട്ടില്ല കേട്ടോ. അത് നന്നായിരുന്നു. പുള്ളീനെ കാണുമ്പോൾ തന്നെ എല്ലാവർക്കും ഒരു രസം തോന്നിയ ഒരു നിമിഷമായിരുന്നു പുള്ളിയുടെ ആ ഒരു എൻട്രി. അതേപോലെ പുള്ളിക്ക് തന്നെ വേറൊരു വേഷം എന്ന് പറയുന്നത് ഒരു നാട്ടിലെ നേതാവ് എന്ന നിലയ്ക്ക് ഒരു നല്ല ഒരു രീതിയിലുള്ളൊരു കഥാപാത്രമുണ്ട്. അപ്പോൾ അത് മറ്റൊന്ന്. പിന്നെ അതേപോലെ തന്നെ പഴയ PP ശശി, ആട് ഫസ്റ്റിലും സെക്കൻഡിലുള്ള 3 കഥാപാത്രങ്ങൾ പുള്ളി ഇതിൽ ചെയ്തിട്ടുണ്ട്. അതിന് അനുസരിച്ച രീതിയിലുള്ള മേക്കപ്പും കോസ്റ്റ്യൂമൊക്കെ. അപ്പോൾ ഇവർക്ക് 2 പേർക്കും മേക്കപ്പ് ആൻഡ് കോസ്റ്റ്യൂം ഇവർ നല്ല പണിയെടുത്തിട്ടുണ്ട് സിനിമയിൽ. അത് ഈ സിനിമയ്ക്ക് നല്ലൊരു മുതൽക്കൂട്ടായിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഡയറക്ഷൻ ചെയ്തിരിക്കുന്നതും റൈറ്ററും മിഥുൻ മാനുവൽ തോമസ് ആണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ പുള്ളി ഈ സിനിമയെക്കുറിച്ച്, ഈ സിനിമയ്ക്ക് ശേഷം പുള്ളി എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അതിനെക്കുറിച്ച് ഞാൻ അവസാനം പറയാം. അപ്പോൾ അതിനു മുമ്പ് ഈ സിനിമ എങ്ങനെയായിരുന്നു എന്ന് പറയാം. അപ്പോൾ ആട് ഫസ്റ്റ് സെക്കൻഡ് സിനിമകളിൽ എങ്ങനെയാണോ അതേപോലത്തെ അവസ്ഥയിലുള്ള ഒരു സിനിമ തന്നെയാണിത്. അതായത് കോമഡിയുടെ കാര്യത്തിലും ഈ ആടിൻ്റെ ആ പാർട്ടുകളിലുള്ള ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഫുൾ ഹീറോയസ്റ്റിൽ കൊണ്ടുപോയിട്ട് ഒരു പീക്ക് ലെവലിൽ കൊണ്ടുപോയിട്ട് നിർത്തും. അത് ഷാജി പാപ്പൻ കഥാപാത്രം മാത്രമല്ല, അറക്കൽ അബു സൈജു കുറുപ്പിൻ്റെ കഥാപാത്രം മാത്രമല്ല, നമ്മുടെ ഡ്യൂഡ് വിനായകൻ, ഇവരുടെ ഇപ്പോൾ ഷർബത്ത് സമീർ, ഇവരുടെയൊക്കെ കഥാപാത്രങ്ങളെക്കുറിച്ച് പറയുമ്പോൾ അതൊക്കെ പീക്ക് ലെവലിൽ കൊണ്ടുപോയി എത്തിച്ചിട്ട് അവസാനം മോങ്ങാനിരിക്കുന്ന പട്ടിയുടെ തലയിൽ തേങ്ങ വീണ പോലെ എന്നും പറഞ്ഞിട്ടുള്ള ലെവലിലുള്ള ഒരു അമ്പെ ഇതാക്കുന്ന ഒരു കോമഡിയിലാണ് അവസാനിപ്പിക്കുക ഓരോ സീനും. അതാണ് മിഥുൻ മാനുവൽ തോമസിൻ്റെ ആ റൈറ്റിങ്ങിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ ഫസ്റ്റ് പാർട്ട് ഞാൻ കാണുമ്പോൾ എനിക്കത് വലിയൊരു സുഖമായിട്ട് തോന്നിയില്ല. ഇതെന്താ അത് വല്ല പീക്ക് ലെവലിൽ എത്തിയിട്ട് അവസാനം കോമഡിയാണല്ലോ. പക്ഷെ അവിടെ ഈ ഓരോ പാർട്ടിൽ ഞാൻ ചിരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതേപോലെ ഈ പാർട്ടിലെ പുള്ളിയുടെ ആ ഒരു റൈറ്റിംഗ് മികവ് ആ രീതിയിലാണ്. അപ്പോൾ ഫസ്റ്റ് പാർട്ടിൽ തന്നെ പുള്ളിയുടെ ആ റൈറ്റിംഗ് എല്ലാവരും തന്നെ അങ്ങോട്ട് അംഗീകരിച്ച് കഴിഞ്ഞു. അതേപോലെ സെക്കൻഡ് പാർട്ടിലും അതെ. തേർഡിൽ ഒന്നും പറയാനില്ല. ഈ സിനിമയുടെ ഞാൻ ശ്രദ്ധിച്ച ഏറ്റവും വലിയൊരു സവിശേഷത എന്താണെന്ന് വെച്ചാൽ, ഇതിലെ ഓരോ ഡയലോഗെന്ന് പറയാൻ പറ്റില്ല, ഓരോ വാക്കുകളിലും കോമഡി അങ്ങോട്ട് തിരികി അങ്ങോട്ട് വെച്ചിരിക്കുകയാണ്. ഈ സിനിമയ്ക്ക് കയറിയിട്ട് ഞാൻ ചിരിച്ചില്ല എന്ന് പറഞ്ഞ ആരെങ്കിലും പുറത്തിറങ്ങുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് വട്ടാണ്. ചിരിക്കാതെ എല്ലാ ഉണർവുകളും ഉള്ള ഒരു വ്യക്തി ഈ സിനിമയ്ക്ക് കയറിക്കഴിഞ്ഞാൽ ചിരിക്കാതെ പുറത്തിറങ്ങാൻ കഴിയില്ല. കാരണം ചില കോമഡികൾക്ക് വന്നിട്ട് നമുക്ക് ചിരി വരില്ല. അതേസമയം വെറും മണ്ടത്തരങ്ങളുടെ കോമഡി ആണെങ്കിൽ അവർ നന്നായിട്ട് ചിരിക്കും. അതായത് സീരിയസ് കോമഡിക്ക് ചിലവർ ചിരിക്കില്ല, മണ്ടത്തരങ്ങളുടെ കോമഡിക്ക് ചിരിക്കും. ചിലവർ മണ്ടത്തരങ്ങളുടെ കോമഡിക്ക് ഇതെന്ത് എന്ന് പറയും, സീരിയസ് ആയ കോമഡിക്ക് ചിരിക്കും, അർത്ഥമുള്ള കോമഡികൾ. ചിലവർ എന്ത് കോമഡി കണ്ടാലും ചിരിക്കും. അപ്പോൾ ആ രീതിയിലുള്ള ഒരാളാണ് ഞാൻ. എന്ത് കോമഡി ആണെങ്കിലും അതിൽ കോമഡി ഉണ്ടെങ്കിൽ ഞാൻ ചിരിച്ചിരിക്കും. അപ്പോൾ ഈ സിനിമയുടെ തുടക്കം മുതൽ അവസാനം വരെയും ചിരിക്കാതിരിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. അത്രയധികം കോമഡി ഇതിൽ കുത്തിത്തിരികി വെച്ചിരിക്കുകയാണ് മിഥുൻ മാനുവൽ തോമസ്. അപ്പോൾ ഇദ്ദേഹം ഈ സിനിമയിൽ
ഈ നാട്ട് രാജാക്കന്മാരുടെ സംഭവങ്ങൾ, അതേപോലെ കുറേ മറ്റേ ആർട്ട് വർക്കുകൾ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കോസ്റ്റ്യൂംസ്, അത് ഇത് കുതിര, വാള്, പടയാളികൾ, ഇങ്ങനെ കുറേ സംഭവങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ ഫസ്റ്റ് പാർട്ടിലും സെക്കൻഡ് പാർട്ടിലൊക്കെ ഒരു നാട്ടും പ്രദേശത്തുള്ള ആ രീതിയിൽ പോയ ഒരു സിനിമയാണ്. പക്ഷേ ഇതങ്ങനെയല്ല കേട്ടോ. ഇതിൽ കുറേ ചെലവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കുറേ ചെലവ് ചെയ്തതിന് ശേഷം അവസാനം ആ സിനിമ തല്ലിപ്പൊളി പടം ആയ രീതിയിൽ എടുക്കാറുണ്ട് അല്ലേ. നമ്മൾ വളരെയധികം പ്രതീക്ഷിച്ചിട്ട് ആ സിനിമയ്ക്ക് പോകുമ്പോൾ ഇത്ര കോടി മുടക്കി എടുത്തു അങ്ങനെ എങ്ങനെയെന്നൊക്കെ വലിയ ഇതൊക്കെ പറഞ്ഞിട്ട് നോക്കുമ്പോൾ 5 പൈസയ്ക്ക് ഉണ്ടാവില്ല സിനിമ. ആ രീതിയിൽ ഒരുപാട് പടങ്ങൾ പൊട്ടിപ്പൊളിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതിൽ എനിക്ക് എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ നോക്കുമ്പോൾ മിഥുൻ മാനുവൽ തോമസിൻ്റെ ആ റൈറ്റിംഗ് ഉണ്ടല്ലോ, അതാണ്. പുള്ളി എവിടെയൊക്കെ കോമഡി കുത്തിത്തിരുകാൻ പറ്റുമോ അവിടെയൊക്കെ കുത്തിത്തിരുകിയിട്ട് സിനിമയിൽ കോമഡി കൊണ്ട് നിറച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഈ സിനിമ കാണുമ്പോൾ നമുക്ക് പണം നഷ്ടമായി എന്ന് പറയാനുള്ള ഒരു സംഭവമേ ഇല്ല. സത്യം പറഞ്ഞാൽ ആടിൻ്റെ പാർട്ട് 1, പാർട്ട് 2 അതേപോലെ ഈ സിനിമയിലും ലോജിക്കൊന്നുമില്ല എവിടെയും. ലോജിക്ക് എന്ന് പറയുന്ന സംഭവമേ ഇവരുടെ ആ സീരീസിൽ നമുക്ക് കാണാൻ പറ്റില്ല. പക്ഷേ ചിരിക്കാതിരിക്കാൻ പറ്റില്ല. ഹീറോയിസത്തിൻ്റെ അങ്ങേയറ്റം കൊണ്ടുപോയിട്ട് അങ്ങനെ താഴ്ത്തിയിട്ട് അതങ്ങോട്ട് കോമഡിയാക്കി മാറ്റുന്ന രീതിയിലുള്ള റൈറ്റിങ്. അപ്പോൾ മിഥുൻ മാനുവൽ തോമസ് ഇതിൻ്റെ അടുത്തൊരു പാർട്ട് കൂടി എടുത്തിട്ട് അവസാനിപ്പിക്കുകയാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഞാനൊരു ഇതിൽ കണ്ടു. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ മിഥുൻ അങ്ങനെ ചെയ്യരുത്. ഇതിൻ്റെ പാർട്ടുകൾ ഇനിയും വരണം. കാരണം നിങ്ങളുടെ ആ റൈറ്റിംഗ് മികവ് ചിരിപ്പിക്കാതിരിക്കില്ല. ഇതിൽ മറ്റേ ഡ്യൂഡിൻ്റെ ട്രൗസറിലടക്കം കോമഡി വെച്ചിരിക്കുകയാണ്. പുള്ളി ചില സീനുകളിൽ ആ ട്രൗസറിലെ സംഭവം കാണിക്കുമ്പോഴുള്ള ഇത് വല്ലാത്ത കോമഡി തന്നെ. വിനായകനൊക്കെ ഇതിൽ പൊളിച്ചിട്ടുണ്ട് കേട്ടോ. വിനായകനെ ഞാൻ ഫസ്റ്റ് കാണിക്കുമ്പോൾ ഇയാൾ ഒന്നും ഉണ്ടാവില്ല ഈ സിനിമയിൽ കരുതി. നോക്കുമ്പോൾ പുള്ളിക്ക് 3 വിധത്തിലുള്ള കഥാപാത്രം ഇതിലുണ്ട്. കഴുതയുടെ ഒപ്പമുള്ള കഥാപാത്രം, അസം ഖാനായിട്ട്, പിന്നെ നമ്മുടെ ഡൂഡായിട്ട് 3 രീതിയിലും പുള്ളി ഇതിൽ മിന്നിയിട്ടുണ്ട്. അതേപോലെ ഷാജി പാപ്പന് 2 സംഭവങ്ങളാണ് പുള്ളി കുഴപ്പമില്ലാച്ചിട്ടുണ്ട്. പക്ഷേ ഇതിൽ കുറേ കഥാപാത്രങ്ങൾക്ക് ഒന്നുകൂടി നല്ല പണി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ നോക്കിയിട്ട് ഇതിൽ വിനായകന് കുറേ സംഭവങ്ങൾ ഇതിലുണ്ട്. പിന്നെ ധർമ്മജൻ ബോൾഗാട്ടി, പുള്ളിയുടെ ആ സച്ചിൻ ക്ലീറ്റസ് കഥാപാത്രം, ഇതിൽ പുള്ളിക്ക് കുറേ ഡയലോഗുകൾ കൊടുത്തിട്ടുണ്ട് കോമഡിക്ക്. പുള്ളി വാ തുറന്നാൽ ചിരി വരും. രാജാവിൻ്റെ ഒപ്പം നിൽക്കുമ്പോഴും അതെ, ഷാജി പാപ്പൻ്റെ ഒപ്പം നിൽക്കുമ്പോഴും അതെ, പുള്ളി വാ തുറന്നാൽ ചിരി വരും. അതുപോലത്തെ സംഭവങ്ങൾ ഇതിലുണ്ട്. അതേപോലെ കഴുത്തിന് മേലെ തല പോകുന്നതിനേക്കാൾ നല്ലത് കുറച്ച് ചർമ്മം പോകുന്നതല്ലേ. അത് പലർക്കും മനസ്സിലായിട്ടുണ്ടാവില്ല എന്താ അറക്കിൽ അബു പറഞ്ഞതെന്ന്. പക്ഷേ അതൊക്കെ നല്ല കോമഡി തന്നെയാണ്. അപ്പം ചിരിക്കാൻ വേണ്ടി ശരിക്കും മിഥുൻ മാനുവൽ ഇത്രയധികം ഡയലോഗുകൾ എഴുതിയ സ്ഥിതിക്ക് ഞാനൊരു ഡയലോഗ് പറഞ്ഞിട്ട് അവസാനിപ്പിച്ചേക്കാം. ഈ സിനിമ കാണാൻ പോകുന്ന പ്രേക്ഷകരിൽ ഞങ്ങൾ നല്ല വിവരമുള്ളവർ, അതേപോലെ വിവരമുണ്ട് എന്ന് നടിക്കുന്ന ആളുകളുണ്ടല്ലോ, വിവരമില്ലെങ്കിലും അങ്ങനെ നടിക്കുന്നവർ, അങ്ങനത്തെ കൂട്ടർ ആരായാലും ഈ സിനിമ കണ്ട് ഇറങ്ങുമ്പോഴേക്കും ലോജിക്കും ഇല്ലാതെ ഒന്നുമില്ലാതെ ഒരു സ്ക്രൂ ലൂസായിട്ട് വിവരദോഷികളായിട്ട് ചിരിച്ച് ഇറങ്ങും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഞാൻ ഉദ്ദേശിച്ചത് നെഗറ്റീവല്ല, ചിരിക്കാൻ വേണ്ടിയിട്ട് ഈ സിനിമയ്ക്ക് ധൈര്യമായിട്ട് ഫാമിലി ആയിട്ട് പോയിട്ട് ടിക്കറ്റ് എടുക്കാം.